എത്ര നേരെ നടക്കണോ? ഇതെന്താ വീടെത്താത്തെ? എന്റെ ചങ്ങാതി, ഒരു ദിവസം നടന്നപ്പോ തന്നെ താൻ തളർന്നു പോയി അല്ലേ? പിന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിക്കില്ലേ? എത്ര നേരെ നടക്കണോ? നടന്ന് നടന്ന് മനുഷ്യന്റെ കാലും കൈയും കുഴഞ്ഞു. ഞാൻ വർഷങ്ങളായി ഈ നടപ്പ് തുടങ്ങിയിട്ട്, തനിക്കറിയോ? ഹോ, വല്ലാത്തൊരു നാടന്നെ. ചേട്ടാ, തെറ്റിപ്പോയി, നാടല്ല ഇത് കാടാണ്. പട്ടണത്തിലൊക്കെ എന്ത് സുഖാന്നറിയോ? പൈപ്പ് തുറന്നാ വെള്ളം വരും. അതങ്ങ് പട്ടണല്ലേട്ടാ, ഇത് കാടാ, കാട്. കാട്ടില് വെള്ളം കിട്ടണമെങ്കിൽ കഷ്ടപ്പെട്ട് മനുഷ്യൻ പോയിട്ട് കോരണം. വല്ലാത്തൊരു നാട് തന്നെ. ചേട്ടാ, തെറ്റിപ്പോയി, കാട്. അതെ അതെ, കാട്. ചേട്ടൻ എന്തായാലും ഞങ്ങൾക്ക് ഒരു കിണർ കുത്തി തരണം. താൻ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ടടോ. തന്റെ നാട്ടില് കിണർ കുത്തി ആ കിണറ്റില് വെള്ളം വന്നിട്ടേ ഞാൻ പോകൂ. പോരെ? എനിക്കത് മാത്രം കേട്ടാ മതി. താൻ ഈ കാട്ടിലെ ദേവിയാണെന്ന് പറഞ്ഞിട്ട് താൻ എന്തിനാ വെള്ളം കോരാൻ പോകുന്നേ? അതെന്റെ വിധി. ദേവീനെ കൊണ്ടാണല്ലോ എല്ലാ പണിയും ഇവരെ എടുപ്പിക്കുന്നേ. അതെ, അതാണല്ലോ എന്റെ വിധി. അത് എന്തുകൊണ്ടാന്നാ ഞാൻ ചോദിക്കുന്നേ. ഞാൻ വെള്ളം കൊണ്ടുവന്നാലേ അവര് കുടിക്കൂ. ദേവിയുടെ കൈകൊണ്ട് കോരുന്ന വെള്ളമേ അവര് കുടിക്കൂ. ഞാൻ എന്ത് ചെയ്യാനാ? ആഹാ, അതൊക്കെ അവരുടെ അടവല്ലേ. ആദ്യമാദ്യമൊക്കെ ഞാനും അത് തന്നെ വിചാരിച്ചിരുന്നത്. പിന്നെന്ത് പറ്റി? ഒരു ദിവസം ഞാൻ വാശി പിടിച്ചിട്ട് വെള്ളം കൊണ്ടു തരില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഉണ്ടായത് ചേട്ടനെ കേക്കണോ? എന്താ സംഭവിച്ചേ? അന്നത്തെ ദിവസം ആരും വെള്ളം കുടിച്ചില്ല. എന്നിട്ട് തൊണ്ട കാറി കാറി കിടക്ക അമ്മയും അച്ഛനും. അയ്യോ, എന്നിട്ടോ? പിന്നെ ഞാൻ കൊട എടുത്തിട്ട് അങ്ങ് ഇറങ്ങി. എന്നിട്ട് പുഴയിൽ പോയിട്ട് വെള്ളം കോരി കൊടുത്ത് അവരുടെ അണ്ണാക്കിൽ അങ്ങ് ഒഴിച്ചു കൊടുത്തു. വേറെന്ത് ചെയ്യാനാ ഞാൻ? എന്റെ കൈ കൊണ്ട് കിട്ടിയാലേ അവര് വെള്ളം കുടിക്കൂ. അത് അവരുടെ വാശിയല്ല, അത് അവരുടെ വിശ്വാസമാണ്. വല്ലാത്തൊരു കാടന്നെ അല്ലേ? ഈ കാട്ടിലകപ്പെട്ട ഇര ഞാനാണ്. അല്ലടോ, തനിക്ക് എന്ത് ദൈവിക ശക്തിയാ ഉള്ളത്? അതെനിക്ക് തന്നെ അറിയില്ല. അവര് പറയുന്നത് എന്നെ കണി കാണുമ്പോ അവരുടെ ദിവസം നല്ലതായിരിക്കും, എന്നെ കണി കണ്ടാൽ എല്ലാം ശരിയാകുമെന്നുമാണ്. അയ്യോ, കേട്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അപ്പോ ഇത് അനുഭവിക്കുന്ന എന്റെ അവസ്ഥയൊന്ന് ചേട്ടൻ ഓർത്തു നോക്കിക്കേ. ഓ, ആലോചിക്കാനേ വയ്യ. മതി മതി കഥ പറഞ്ഞത്, വാ പോകാം. ഓ, നടന്നിട്ട് തന്റെ വീട് എത്തുന്നേ ഇല്ല. എന്തൊരു കഷ്ടം. ആ കുടത്തിലുള്ള കുറച്ച് വെള്ളം എനിക്ക് തരാമോ? തനിക്കെന്താ ഈ കുടത്തിലെ വെള്ളം തന്നെ കിട്ടണമെന്ന് ഇത്ര നിർബന്ധം? പിന്നെ ഇവിടെ വെള്ളം. ഞാനൊന്ന് നേരെ നോക്കടോ. ഓ ശരിയാ, ഇവിടെ കുറെ വെള്ളം ഉണ്ടല്ലേ. അതെടുത്ത് കുടിക്കേ. ഇവിടെ വെള്ളം ഉണ്ടായിട്ടും താനെന്തിനാ അക്കരെ പോയി വെള്ളം കോരിയത്? അവിടുത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക തരം ഊർജ്ജം ലഭിക്കുമെന്നാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം. എന്റെ ഈശ്വര, എനിക്ക് വയ്യ. എന്തൊക്കെ വിശ്വാസങ്ങളാ. എന്നാലേ ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. നടന്ന് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. ശരി, താൻ വെള്ളം കുടിക്കേ. ഇപ്പഴാ മനുഷ്യന് സമാധാനായത്. എന്നാ വാ ചേട്ടാ, നടക്ക്. ശരി. ഹേയ് സുഭദ്ര. ആഹാ രാധേ, നീയോ? ആഹാ, ഇതേതാ പുതിയൊരു അവതാരം? നീ വെള്ളം കുടത്തിൽ നിറയ്ക്കാൻ വന്നതായിരിക്കും അല്ലേ? അതെ. ഇതെന്താ കയ്യില്? ഇത് കുറച്ച് പപ്സാ. ആഹാ, പപ്സോ? അതെവിടുന്ന് കിട്ടി? അത് പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ആര് കൊണ്ടുവന്നതാ? എന്റെ അച്ഛൻ. ആഹാ, നീ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിന്റെ ഒരു ഞാൻ നിന്റെ വീട്ടിൽ കൊടുത്തോളാം. ശരി രാധ. അല്ലടി, ഇതേതാ പുതിയൊരു അവതാരം? ഏത്? ദേ ഈ തൊപ്പിക്കാരൻ. എന്താ തൊപ്പിക്കാരനോ? തൊപ്പിയിട്ടാളെ ഞാൻ പിന്നെ തോട്ടക്കാരെന്ന് വിളിക്കണോ? ഏതടി പൊട്ടൻ? ഏയ് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക കേട്ടോ. താൻ ഏതാടോ അത് പറ. ഞാൻ ഈ നാട്ടിലെ കിണർ കുത്താൻ വന്ന ആളാ. അയ്യോ, കിണർ കുത്തിയായിരുന്നോ? അതെ. എന്നോട് ക്ഷമിക്കണേ ചേട്ടാ. മൂപ്പനോട് ഞാൻ പറഞ്ഞു കൊടുക്കും നിന്നെ. ഞാൻ കൊണ്ടുപോയി ഒലത്തടോ താൻ. ഈ നാട്ടുകാരൊക്കെ എന്താ ഇങ്ങനെ? സുഭദ്ര, എന്നെ കാണാവേ, ഞാൻ പോട്ടെ. സമയം ഒത്തിരി നേരം വൈകി. ആടി നീ പോ. ഏയ് തൊപ്പിക്കാരാ, ബൈ ബൈ. സുഭദ്ര, ഏതാണ് അവള്? അത് രാധ, എന്റെ ഒറ്റ സുഹൃത്താ. വല്ലാത്തൊരു സാധനം തന്നെ. പഞ്ചപാവ അവള്. ഈ കാട്ടില് എനിക്ക് ഏക ആശ്വാസം അവളോട് സംസാരിക്കുമ്പോയാ. എന്ന് വെച്ചാ? എന്നെ ഈ കാട്ടില് ദേവീന്ന് വിളിക്കാത്തത് അവള് മാത്ര. ആഹാ, അവക്കെന്താ നിന്നെ ദേവീന്ന് വിളിച്ചാല്? അയ്യേ, താൻ എന്താടോ ഈ പറഞ്ഞേ? എനിക്ക് എന്നെ ദേവീന്ന് വിളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതെന്താ? താൻ ദൈവിക ശക്തി കിട്ടിയ ആളല്ലേ? എടോ, താൻ നടക്ക്. തന്നോടേ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാ നല്ലേ. ഇയാളാള് കൊള്ളാലോ. ഇയാളെ പേരെന്തായിരിക്കും? ഏയ് ചോദിക്കണ്ട. ചോദിച്ചാ ചിലപ്പോ എന്തെങ്കിലും വിചാരിച്ചാലോ. കണ്ടിട്ടൊരു മാന്യനാൻ തോന്നുന്നു. സുഭദ്ര, നീ വരുന്നില്ലേ? അപ്പൊ ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ നടന്നോളൂ. അതിനെനിക്ക് വഴി അറിയില്ലല്ലോ. താൻ മുന്നിൽ നടക്ക്. എടോ, താൻ നേരെ പോടോ, ഞാൻ ബാക്കിലുണ്ട്. ദേ ഇതാണ് എന്റെ വീട്. ഇവിടെ ആരുമില്ലേ?
ഓ ഉണ്ട്. എന്നാ വിളിക്കടോ, എനിക്ക് ഒരു ഗ്ലാസ് ചായ തരാൻ പറ. എന്ത് ചായയോ? അതെ, നിങ്ങൾ ചായ എന്നൊന്നും കേട്ടിട്ടില്ലേ? ഞങ്ങള് ചായ ഒന്നും കുടിക്കില്ല, സാധാ പച്ചവെള്ളമേ കുടിക്കൂ. ഓ, എന്നെ കൊണ്ട് വയ്യ. കിണിച്ച ഇവളെ കാണാൻ എന്തു ഭംഗിയാ. ഇയാളെ സംസാരം കേൾക്കാൻ എന്ത് രസാ. ഇവളുടെ ചിരിയും കളിയും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇയാളോട് ചോദിച്ചു നോക്കിയാലോ, ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോന്ന്. എനിക്ക് ഈ പെണ്ണിനെ ഒത്തിരി ഇഷ്ടായി. ഇയാൾ ഏതാ? ഇതെന്താ രണ്ടുപേരും കണ്ണും കണ്ണും നോക്കി നിൽക്കുന്നത്? സുഭദ്ര, സുഭദ്ര, ഒരനക്കവും ഇല്ലല്ലോ. ചതിച്ച ഭഗവതി. സുഭദ്ര, സുഭദ്ര, ഓൻ ഏതാ? അല്ല, ഈ തന്തപ്പിടി ഏതാ? അയ്യോ, അച്ഛൻ. അച്ഛാ. എത്ര നേരായി അച്ഛൻ മോളെ വിളിക്കുന്നെന്നോ? അയ്യോ അച്ഛാ, ഞാൻ കേട്ടില്ല. ഏതാ ഇവൻ? അത് പിന്നെ കാട്ടില് വഴിതെറ്റി വന്ന ഈ കിണർ കുത്തിയെ ഞാനാണ് ശരിയായ പാതയിൽ ഇവിടെ എത്തിച്ചത്. ഓ, നമ്മുടെ നാട്ടിൽ കിണർ കുത്താൻ വന്ന അയാളാണോ? അതെ അച്ഛാ, അയാളാണിത്. നമസ്കാരം, നമസ്കാരം. മൂപ്പൻ? അതെ, ഞാൻ തന്നെയാണ്. അയ്യേ, അച്ഛൻ കണ്ടിട്ടുണ്ടാവോ ഞാൻ ഇയാളെ കണ്ണിലേക്ക് തന്നെ നോക്കി നിന്നത്? അയ്യോ, എനിക്ക് പേടിയാവുന്നു. അച്ഛാ. എന്താ മോളെ? അച്ഛന്റെ മുഖം സന്തോഷത്തിലാ. അത് പിന്നെ അച്ഛാ, അച്ഛന്റെ കയ്യിൽ ഇതെന്തൊക്കെയാ? അത് വേറൊന്നല്ല മോളെ, ഞാനിന്ന് തോട്ടത്തിൽ പോയി കുറച്ച് പച്ചക്കറികൾ ഇങ്ങ് പറിച്ചു. ആ. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല അച്ഛാ. അത് വേറൊന്നല്ല, അത്രയും ദൂരത്ത് പോയി വെള്ളം കോരി വന്നില്ലേ, അതിന്റെ ക്ഷീണമായിരിക്കും. അത് താനാണോ പറയേണ്ടത്? ഇതെന്താ ഇങ്ങനെ പറയുന്നേ? എന്റെ മോള് ഈ കാട്ടിലെ ദേവിയാണ്. അയിന് ഞങ്ങളുടെ കാട്ടിലെ ദേവിയാണ് ഇവൾ. അതുകൊണ്ട് അവളോട് ചോദിച്ച ചോദ്യത്തിന് അവൾ തന്നെ ഉത്തരം പറയും. നീ പറയാൻ നിൽക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി. ദേവിയോട് മാപ്പ് പറ. അത് അച്ഛാ, അയാളെ ചുമ്മാ വിടച്ചാ. ഇതങ്ങനെ ചുമ്മാ വിടാൻ പറ്റില്ല മോളെ. അച്ഛാ, എനിക്കത് കുഴപ്പമില്ല. മോൾക്ക് കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ഈ അച്ഛന് കുഴപ്പമുണ്ട്. മാപ്പ് പറ, മാപ്പ് പറയാൻ. ഈ പെണ്ണ് പറഞ്ഞത് മുഴുവനും സത്യ. ഈ പെണ്ണ് ഈ കാട്ടിലെ ദേവി തന്നെയാ. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത്, എന്റെ ദേവിയോട് മാപ്പ് പറ. പറഞ്ഞില്ലെങ്കിൽ തന്നെ ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് നാട് കടത്തും. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞോളാം. എന്നാ വേഗം മാപ്പ് പറ. ശരി ദേവി, എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം. അയ്യോ, അച്ഛയുടെ പൊന്നെന്തിനാ കരയുന്നേ? ഈശ്വര, എനിക്ക് എന്തിനാ ഇങ്ങനെ ഒരു ജന്മം തന്നത് നീ? എന്നോട് എന്തിനാ ഇവരിങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇവർക്കൊക്കെ എന്നെ സാധാ ഒരു മനുഷ്യനെ പോലെ കണ്ടാ പോരെ? ആരാധനയോടുകൂടി എന്തിനാ ഇവരെന്നെ നോക്കി കാണുന്നത്? കണ്ടില്ലേ, എന്റെ ദേവിയോട് നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കാരണം അവൾ കരയുന്നത്. അച്ഛാ, മതി, നിർത്ത്. എന്താ മോളെ? അയാൾ ഇനി വഴക്ക് പറയരുത് അച്ഛാ.